ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽഅതശ് യൗമ നശ്രി കിതാബി യാ സയ്യിദി ഖൈറൻ നബി. എന്താ അർത്ഥം? നമുക്ക് അങ്ങയുടെ ഹൗദിൻ്റെ ഒരു കോപ്പ വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നമുക്ക് തരണം. നമ്മളെ കിതാബുകളൊക്കെ കയ്യിൽ തരുന്ന ദിവസം നമുക്കൊരു കോപ്പ വെള്ളം അങ്ങ് തരണം. അങ്ങയുടെ ഷഫാഅത്ത് അങ്ങ് നമുക്ക് തരണം. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വലിയ നാശത്തിലും നഷ്ടത്തിലുമായി പോകും എന്ന് കരഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചെയ്യുന്ന ദുആ. ഇതാണ് മങ്കൂസ് മൗലിദ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഉലമാക്കൾ എന്ന് പറയുന്നവർ നേതൃത്വം കൊടുത്ത് നടത്തുന്ന സംഗതി ജൂദായിസമാണ്. അതായത് നമ്മൾ ഉപ്പ പണ്ടേ പറയുന്നുണ്ട്, ജൂതൻ ജയിക്കുന്നു മുസ്ലിം തോക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലെങ്കിൽ തന്നെ ഈ മൗലൂദിൻ്റെ കിതാബ് മങ്കൂസ് മൗലിദ് എത്ര ഒരു പരിശുദ്ധമാക്കപ്പെട്ട സംഗതിയാണെങ്കിൽ, എത്ര പുണ്യം അത് വായിച്ചാൽ കിട്ടുമെങ്കിൽ, അതല്ലേ പറയുന്നത്, ആഫത്തുകളെ തടയും, മാറാ രോഗങ്ങളെ ഇല്ലാതെയാക്കും, ബലാ മുസീബത്തുകളെ തടയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മങ്കൂസ് മൗലിദ് വായിക്കണം. എങ്കിൽ ആ മങ്കൂസ് മൗലിദിൽ ഒരു കഥ പറയുന്നുണ്ട്. അത് വായിച്ചാലും ആപത്തുകൾ തടയപ്പെടുമോ എന്ന് പറയണം. അത് ഉമ്മത്ത് അറിയണമല്ലോ. ഏതാണത്? ഞാൻ അതും കൂടി വായിച്ചു തരാം. എന്തായാലും തുടങ്ങിയല്ലോ. ഞാൻ പണ്ടേ പറയുന്ന കേട്ടോ, യഹ്യ ഇബ്നു ഉർവയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്ന ഖുറൈശൻ കാനൂ ഇൻദ സനമിൻ മിൻ അസ്ലാബിഹിം, ഖുറൈശികൾ അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിൻ്റെ അടുക്കലായിരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം തന്നെ ഇത് ഇല്ലാത്ത കഥയാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് മലയാളത്തിൽ എഴുതിയിട്ട് കാബുബിലല്ല, എന്താണ്, യഹ്യ ഇബ്നു ഉർവ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആ കഥ എഴുതിയാൽ അത് വായിച്ചാൽ ആപത്തിൽ തടയപ്പെടുമോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മലയാളത്തിൽ പാരഗ്രാഫിൽ കഥ എഴുതി, എന്നിട്ട് ഉസ്താദ് ആ കോപ്പി എടുത്തിട്ട് മുസ്ലിമുകളെല്ലാം കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കും, നിങ്ങൾക്ക് പനി പിടിക്കൂല, തലവേദന പിടിക്കൂല. ആവുമോ? പിന്നെന്താ ഈ അറബിയിൽ വായിക്കുമ്പോൾ മാത്രം അങ്ങനെ ഒരു കിട്ടല്? മലയാളത്തിൽ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അറബിയിൽ അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഹബീബി? അറബിയിലെ കഥയെല്ലാം വായിച്ചാലുണ്ടല്ലോ ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഓടിവിടുന്നു. അങ്ങനെ എന്തെല്ലാം കഥയുണ്ട് അറബിയിൽ? എല്ലാം വായിച്ചാൽ കൂലി കിട്ടുമോ? ഇസ്ലാമിലൊരു മാനദണ്ഡമില്ലേ, ഒരു പ്രമാണമില്ലേ? അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും പറഞ്ഞല്ലേ ദീനാവുള്ളൂ, അതെല്ലാം മരുന്നാവുള്ളൂ. യഹ്യ ഇബ്നു ഉർവ പറയുന്നു, ഖുറൈശികൾ അവരുടെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബത്തിൻ്റെ അടുത്തായിരുന്നു. ഖദ് ഇത്തഖദൂ ദാലികൽ യൗമ ഈദൻ മിൻ അയ്യാമിഹിം, അവർ ആ ദിവസത്തെ അവരുടെ ഉത്സവത്തിൻ്റെ ദിവസമായി കൊണ്ടാടിയിരുന്നു എന്ന്. ഞാൻ ഇപ്പോൾ ഇത് അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? പിന്നെ അവർക്കെന്തോ ഒരു തോന്നൽ, പെണ്ണുങ്ങൾ തട്ടലിട്ട് ഒരു തൊപ്പിയിലിട്ട് എന്തോ പറയുന്നുണ്ട് ഉസ്താദ്, എന്താണെന്നറിയില്ല, എന്തോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ തലയാട്ടി കേൾക്കും. ബാക്കി യൻഹറൂന ഫീഹിൽ ജസൂറ, അന്ന് അവർ ഒട്ടകങ്ങളെ അറുക്കാറുണ്ട്. അത് ശരി, അപ്പോൾ അതാ സംഭവം. അതുകൊണ്ടാണ് ഇന്ന് പോത്തിനെ അറുക്കുന്നത്. വയഅ്കുലൂന, നല്ലോണം തിന്നും, വയശ്റബൂന, നല്ലോണം കുടിക്കുകയും ചെയ്യും. സർവത്തല്ല, ഖുറൈശികൾക്ക് ഏതാ 200 മില്ലിയ കുടിക്കൽ. അവരവിടെ ഇഅ്തികാഫിരിക്കും, ഭജനമിരിക്കും. യഖൂദൂന, ഭയങ്കരമായ ഭവ്യതയോടുകൂടിയാണ് അവർ ഇരിക്കുക. വയൽഅബൂന, ഒരുപാട് കളിതമാശകളുണ്ടാവും. ആകാശത്തൊട്ടിലുണ്ട്, മരണക്കിണറുണ്ട്, പിന്നെതാ തോണിയുണ്ട്. പിന്നേതാണ് ഈ ഉത്സവത്തിനുണ്ടാല് 3 വെറ്റുമാല ചങ്ങായി പാപ്പൻ ശരിയാണ്. 3 വെറ്റുമാല ഉറൂസിന് എന്തെല്ലാം ഉണ്ടാവും അറിയോ? അതല്ലേ പറഞ്ഞത്, ഖുറൈശികൾക്കുള്ള പരിപാടി ഉത്സവത്തിൻ്റെ അന്ന് എല്ലാ കളിതമാശകളും ഉണ്ടാവും. അപ്പം അന്ന് എന്തായിരിക്കും അവിടെ? അമ്പെയ്ത്ത് മത്സരം, കുതിരയോട്ട മത്സരം, ഗുസ്തി, ഇതൊക്കെ അറബികൾക്ക് പരിചയമുള്ള മത്സരങ്ങൾ. കള്ളുകൂടി മത്സരം അതുണ്ട്. ഫസ്റ്റ് ആരാ ബോധം കടലിൽ കുടിച്ചിട്ട്, അതാ നോക്കല്ലേ. ബഹ്റൈൻ നമ്മുടെ 2 ചങ്ങായിമാരുണ്ടായി. അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ അവർക്ക്. പണ്ട് ജാഹിലിയ അവസ്ഥയിലുള്ള കഥ പറയും അവർ. സെൻട്രലിൽ നമ്മൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഇപ്പോൾ 2 ചങ്ങായിമാരുണ്ട്. അവർ പറഞ്ഞു, ഒരു കുപ്പി വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വെക്കും, എന്നിട്ട് വാശിയാണ് ആര് ഫസ്റ്റ് ബോധം കൊണ്ട് നോക്കാം, എന്നിട്ട് കുടിക്കും. പക്ഷേ ഇന്ന് മാഷാ അല്ലാഹ് നല്ല സെൽഫികളാണ്, പക്ക സെൽഫികൾ. അള്ളാഹു ഹുസ്സൈൻ നസീബായി കൊടുക്കട്ടെ.
ജാഹിലിയത്താണ്, അള്ളാഹു പുറത്തു കൊടുക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഉറപ്പാണ്. അങ്ങനെ കളിതമാശകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഫദഖലു അലൈഹി, അങ്ങനെ അവരൊക്കെ കൂടി വന്നു ബിംബത്തിൻ്റെ അടുക്കലേക്ക്. ഫവജദൂഹു മക്ബൂബൻ അലാ വജ്ഹിഹി, നോക്കുമ്പോൾ ദൈവം മുഖം കുത്തി വീണിരിക്കുന്നു. ഇത് വായിച്ചാൽ കൂലി കിട്ടുമോ? പിന്നെ എന്ത് കൂലിയായി പറയുന്നത്? പിന്നെ എന്തിനാ ഇങ്ങനെ സമയം മെനക്കെട്ടി ഇത് വായിക്കുന്നത്? ഇത് മലയാളത്തിൽ കേൾക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം തിരിയുന്നു. ഫഅൻകറു ഇൻദ ദാലിക അലൈഹി, അവരത് വല്ലാതെ വെറുത്തു, ഇഷ്ടപ്പെട്ടില്ല. വറദ്ദൂഹു ഇലാ ഹാലിഹി, അത് അവരത് നേരത്തെയുള്ള പോലെ എടുത്തു വെച്ചു. ഫൻഖലബ ഇൻഖിലാബ സാഗിരിൻ, അപ്പോഴും അതാ ദൈവം വളരെ നിന്ദ്യനായിക്കൊണ്ട് തലകുത്തി വീഴുന്നു. ഫഫഅലു ദാലിക സലാസ, ഇതവർ 3 പ്രാവശ്യം ചെയ്തു. വഹുവ ലാ യസ്തഖീം, പക്ഷെ നേരെ നിൽക്കുന്നില്ല. നീട്ടി നിർത്തുമ്പം സാധാരണക്കാർ വായിച്ചു എന്തോ ഓതി നിർത്തിയതാണ്, അവർ സലാത്തെല്ലാം തുടങ്ങി. ഫലമ്മാ റഅൗ ദാലിക, ഇതവർ കണ്ടപ്പോൾ അബദൗ ഹുസ്നൻ വതഅല്ലുമ, അവരുടെ ഉത്സവം വല്ലാത്ത വിഷമത്തിലും സങ്കടത്തിലേക്കും വഴിമാറി. വഅസ്ബഹൽ ഈദുൽ ലദീ കാനൂ ഫീഹി മഅ്തമ, അവരുടെ ഉത്സവം ദുഃഖത്തിൻ്റെ ദിവസമായി മാറി. ഒരു കഥ പറഞ്ഞു തീർന്നു. ആയിക്കോട്ടെ, ഇത് കഥ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിൽ ഈ ആപത്തുകളെ തടയുന്ന ഒരു ഭാഗം ഏതാ? ഇത് ഉമ്മത്തിന് കഥ പറഞ്ഞു കൊടുക്കലല്ലേ. അതിനെങ്ങനെയാണ് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറയാത്തൊരു പ്രതിഫലം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക? നമുക്ക് ഡിങ്കൻ്റെ കഥ വായിച്ചിട്ട് പറഞ്ഞൂടെ? ഡിങ്കൻ്റെ കഥ എല്ലാവരും 10 പ്രാവശ്യം വായിക്കണം, ഇന്ന് കൂലി കിട്ടും. ദീനെങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും പറയാവുന്നതാണെങ്കിൽ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ, സനദില്ലെങ്കിൽ, സനദി എന്നൊരു പരിപാടി ഇല്ലെങ്കിൽ ആരും എന്തും പറയും. അതായി ചെയ്യുന്നു. നിനക്ക് തെളിവ് വേണ്ടേ? ഒരു കൂലിയാകുമ്പോൾ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലുമല്ലേ കൂലി നിശ്ചയിക്കേണ്ടത്. ഫഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്, അപ്പോൾ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ എന്ത് പറയും? റളിയല്ലാഹു അൻഹു. ചിലപ്പോൾ പിള്ളേർ ഉറങ്ങുന്നുണ്ടാവും. അന്നേരം മുക്രി റളിയത്ത് പറയടാ, ഒരു സ്വഹാബിയുടെ പേര് കേട്ടിട്ട് മുണ്ടാണ്ടിരിക്കും നോക്കിയേ. കാരണം അറബി പേരാ കേട്ടത്, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. ഉമ്മത്തിന് അത്രയും വിവരേ ഉള്ളൂ, ഖുർആൻ വരെ നേരെ ചൊവ്വേ പഠിപ്പിച്ചിട്ടില്ല. അറബി പേര് കേട്ടപ്പോൾ അവർ ചെയ്തു സഹാബിയാണ്. പറഞ്ഞത് എന്താ? അള്ളാഹു തൃപ്തിപ്പെടട്ടെ, റോമിൽ നസറാണിയായിട്ട് മരിച്ചു എന്നാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസിൻ്റെ ചരിത്രം. അയാൾ ഖുസൈ ഗോത്രത്തിലെ അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അയാൾക്കാണ് മുസ്ലിമീങ്ങളെ തർദിയത്ത് കൊടുത്തത്. അതിന് ശേഷം ഇപ്പം ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഈ മങ്കൂസ് മൗലിദിലെ ഈ ബൈത്ത് പാടുമ്പോൾ ആരും ജവാബ് പാടാറില്ല. മുമ്പ് അല്ലാഹു അലം, അത് നമുക്കറിയില്ല. നമ്മൾക്ക് പാടുന്നത് കേട്ടിട്ടുള്ളൂ അല്ലേ? പാടണ്ടാന്ന്. കാരണം ഇത് കാര്യമില്ല, പാടിയിട്ട് കാര്യമില്ല. പിന്നെന്താ ആപത്തിനെ തടിയെന്ന് പറയുന്നത്? ഇത് വായിച്ചാൽ എന്താ? ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് മാലഹു, എന്തു പറ്റിപ്പോയി ദൈവത്തിന്? ഖദ് അക്സറ തനക്കുസ, ഇതാ ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന ഹാദാ ലി അംരിൻ ഹദസ വഅൻഷദ വഖൽബുഹു യസ്ലാ ബിന്നാർ, ഇതെന്തോ ഒരു സംഭവത്തിൻ്റെ പിറകിലാണ് സംഭവിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ പേരിൽ ബിംബങ്ങളൊക്കെ തലകുത്തി വീടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പേരിലാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പാടി സ്വലാത്തുൻ വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി അയാ സാനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി. ജവാബ്, ഇത് പാടുന്നത് വെറുതെ ഇങ്ങനെ കളിച്ച് തമാശ കളിച്ച് പിന്നെ ഒരു പാട്ട് പാടും പോലെ അല്ല, കഥ പറയും പോലെ അല്ല. ഇതിനൊരു ഭവ്യതയുണ്ട്, ഇതിനൊരു പ്രത്യേക ശൈലിയുണ്ട്. വെള്ള തലപ്പുറത്താണ് വെച്ചിട്ടുണ്ടാവുക. ഉസ്താമാരൊക്കെ നല്ല തലപ്പാവെല്ലാം കെട്ടി അത്രയെല്ലാം പൂശ വന്നിരിക്കുക. കാരണം ഭയങ്കരമായ ഇബാദത്തല്ലേ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, വെറും ഒരു കഥ പറയാ. അയാ സ്വനമൽ ഈദി, നമ്മുടെ ഉത്സവത്തിൻ്റെ ബിംബമേ, അല്ലദീ സഫ ഹൗലഹു, അതിന് ചുറ്റുഭാഗത്തും ഇതാ അണിനിരന്നിരിക്കുന്നു. സ്വലാദീദു മിൻ വഫ്ദിൻ ബഈദിൻ വമിൻ ഖുർബി, ദൂരെയുള്ളതും അടുത്തുള്ളതുമായ ഒരുപാട് കൂട്ടം ആൾക്കാർ വന്നിതാ സൊഫ് കെട്ടി നിൽക്കുന്നു. ആ സമയത്ത് തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക ഖുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി. തനക്കസ്ത മഖ്ലൂബ, നീതാ തലകുത്തി വീണിരിക്കുന്നു.
ഫമാദാക നിനക്കെന്തു പറ്റി ദൈവമേ? ഖുൽ ലനാ നമ്മളോടൊന്നു പറ. ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹുബി നമുക്ക് വല്ലാതെ ദുഃഖമായി കണ്ണുനീരൊലിക്കുന്നുണ്ട്, അതുകൊണ്ട് പറ ദൈവമേ എന്താ സംഭവിച്ചത്? ഇത് പറയുമ്പോഴും ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഖുർആൻ്റെ ആയത്ത് ഓതും പോലെ ഓതുകയാണ്, കൂലി കിട്ടുകയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചത്. ഈ സമയത്ത് ഇന്ന അഅതൈനാകൽ കൗസർ എന്നോതി എത്ര കൂലി കിട്ടി? എത്ര കൂലി കിട്ടി? അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു കൊടുത്താൽ അത് ഇൽമിൻ്റെ മജ്ലിസായില്ലേ? അതിനെത്ര കൂലി കിട്ടി? ഇനി കേട്ടോളൂ. ഫഇൻ കുൻത മിൻ ദംബിൻ നതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാരിൻ വനൻവി അനിൽ ദംബി. ഇനി നീ വീണത് നമ്മൾ ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ നമ്മളിതാ നിന്നോട് തൗബ ചെയ്തു മടങ്ങി വരുന്നു, ദൈവമേ പുറത്തു തന്നൊന്ന് എഴുന്നേറ്റ് നിന്നാലും. പൂജാരി പറയാ ദൈവത്തിനോട്. അപ്പോഴാണ് സലാത്തുൻ വ തസ്ലീമു വ അസ്കാ തഹിയ്യതി. കാരണം ഉമ്മത്ത് മനസ്സിലാക്കുന്ന എന്താ? ഇതെന്തോ കൂലി കിട്ടുന്ന രണ്ട് വരി പാടിയിട്ടുണ്ടാണ്. അതിൻ്റെ അതൊരു സ്വലാത്താണ്. അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ഉണ്ടാവട്ടെ. വഇൻ കുൻത മഗ്ലൂബൻ വനുകിസ്ത സാഗിറാ ഫമാ അൻത ഫിൽ ഔസാനി ബിസ്സയ്യിദിർ റബ്ബി. ദൈവമേ ഇനിയും നീ എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ നിനക്ക് വലിയ വിലയൊന്നും ഉണ്ടാവൂല, നിന്നെ ആരും റബ്ബായിട്ട് കാണൂല, വേണമെങ്കിൽ നിന്നോളീന്ന്. പുരാരിക്ക് ദേഷ്യം പിടിച്ച് ഇത് കേട്ട് നിൽക്കണ്ടേ? ഇത് കല്ലല്ലേ നിൽക്കുമോ? ഇതൊരു കഥയാണ്. ആ കഥ ഇങ്ങനെ അറബി പാടിയാൽ ഇതാ നമ്മുടെ ചോദ്യം. എന്തിന് ഉമ്മത്തിൽ ഇങ്ങനെ പറ്റിക്കുന്നു? എന്തിനിങ്ങനെ ചൂഷണം ചെയ്യുന്നു? ഈ കഥ ഇങ്ങനെ പാടിയിട്ട് പൈസ വാങ്ങല്ലേ? അല്ലെങ്കിൽ ഉമ്മത്തിനെ കൊണ്ട് ഇതെന്തോ ഇബാദത്താണെന്ന് തെറ്റിദ്ധരിപ്പിക്കല്ലേ? വഞ്ചനയാണത്, ചതിയാണ്. തറദ്ദാലി മൗലൂദിൻ നതാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർദി ഖൗഫൻ മിനർ റുഅബി. ആ കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിലാണ് ഇതാ ഇത് വീണിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ജനന കാരണത്താൽ ഭൂമിയുടെ 4 ഭാഗവും ഇതാ പ്രകാശപൂരിതമായിരിക്കുന്നു. ഇതാണ് മദ്ഹിൻ്റെ ഒരു വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ആണ് ബിംബം തലകുത്തി വീണത്. ونارو جميع الفرس قد خمدت له وقد بات شاه الفرس في أعظم الكرب. പേർഷ്യക്കാരെ ആരാധിച്ചിരുന്ന തീ കെട്ടുപോയി. പേർഷ്യൻ രാജാവ് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി പേടിയിലുമായി. ഈ ജനനത്തിൽ ജനിക്കുമ്പോൾ ഏത് പേർഷ്യൻ്റെ രാജാവ്? പേർഷ്യയോട് യുദ്ധം നടക്കുന്ന എപ്പോഴാണ്? ആരുടെ കാലത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? കത്തയച്ചിട്ടുണ്ട്. ജനിക്കുന്ന സമയത്ത് പേർഷ്യൻ്റെ രാജാവ് ആരായിരിക്കും? ഇതൊരു കഥ. അല്ലാഹു അലം, ആവാമാവാതിരിക്കാം, കഥയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, റബീഉൽ അവ്വൽ മാസം പ്രമാണിച്ച് ഉമ്മത്തിനെ ഇതിനെ ഒരു ഭയങ്കരമായ ഇബാദത്താക്കി ചിത്രീകരിച്ച് ഇല്ലാത്ത പോരിശകളും സവാബുകളും അജ്റുകളും പറഞ്ഞ് പറ്റിച്ച് ഇത് ചെയ്യുന്നത് പൗരോഹിത്യത്തിൻ്റെ അടയാളമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഖുസൈൻ്റെ പൂജാരിക്ക് സംഭവം മനസ്സിലായി. ഉസ്മാൻ ബിൻ ഹുവൈസിന് മനസ്സിലായി ഇതിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സംഭവം ഇതിൻ്റെ കഥ കഴിഞ്ഞു. എണീക്കുന്നില്ലല്ലോ. ഫയാലാ ഖുസയ്യിൻ ഇർജിഉ അൻ ളലാലികും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹബി. ഖുസയ്യ് ഗോത്രമേ വിട്ടോളിയൽ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ദ്വലാലത്തിലാണ്, മടങ്ങിപ്പോയിക്കോളൂ, ഇസ്ലാമിലേക്ക് ചേക്കേറിക്കോളീ. ഇതും പറഞ്ഞിട്ട് ഉസ്മാൻ ബിൻ ഹുവൈസ് എന്ത് ചെയ്തു? റോമിലേക്ക് പോയി ക്രിസ്തു മതം സ്വീകരിച്ച് അവിടെ മരിച്ചു. ഇതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം. നമുക്ക് മനസ്സിലാവാത്തത്, ഇങ്ങനെ ഒരു കഥ ഒരു ബൈത്ത് രൂപേണ ചൊല്ലി മസ്ജിദിൽ വെച്ച് ചൊല്ലി ഈ ഉമ്മത്തിനോട് ഇന്ന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ ഈ പുരോഹിത വർഗത്തിൻ്റെ എന്താ അവകാശമാണ്? എങ്ങനെ പറയും? അള്ളാൻ്റെ ദീനല്ലേ, അള്ളാൻ്റെ ദീനിന് ഇഷ്ടം കാണിക്കാൻ പറ്റുമോ? ഇവിടെ അള്ളാഹും അള്ളാൻ്റെ റസൂലും പഠിപ്പിച്ചതേ ദീനാവുള്ളൂ, അതിനപ്പുറത്തുള്ള ദീനാവൂല. അപ്പം അതുകൊണ്ട് മുസ്ലിം ഉമ്മ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ട പോലെ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. പക്ഷെ മുൻഗാമികൾ അറിഞ്ഞു, ബഹുമാനിക്കേണ്ടത് പോലെ ബഹുമാനിച്ചു, അവർ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിച്ചു. അവരാരും അവരുടെ പരിഗണന നടത്തിയത് ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടല്ല. ചില ഉദാഹരണങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട
ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹു തആല അദ്ദേഹം ഹദീസുൽ ജസഅ, അതായത് ഇതുണ്ടല്ലോ മിമ്പർ, റസൂലുള്ളാഹി തങ്ങളുടെ ആ പഴയ മിമ്പർ, ആ പഴയ മിമ്പറുമായി ബന്ധപ്പെട്ട ഹദീസ് വായിക്കുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. പഴയ മിമ്പർ കരഞ്ഞല്ലോ, പുതിയ മിമ്പർ വന്നപ്പോൾ. അദ്ദേഹം പറയും, ഇബാദല്ലാഹ്, അള്ളാഹിൻ്റെ അടിമകളെ, അൽ ഖശബതു തഹിന്നു ലിറസൂലില്ലാഹി ഷൗഖൻ ലിമകാനിഹി മിനല്ലാഹ്. ഒരു മരക്കഷണം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഷൗക്ക് കാരണത്താൽ കരയുന്നു. ഫഅൻതും അഹഖു അൻ തഷ്താഖൂ ബിഹി, നിങ്ങളാണ് ഏറ്റവും അധികം നബിയോടുള്ള സ്നേഹത്തിൽ കരയേണ്ട ആൾക്കാർ. ശരിക്കും റബീഉൽ അവ്വൽ മാസത്തിൽ കരച്ചിലാണ് വരേണ്ടത് സത്യവിശ്വാസികൾക്ക്. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതിയാണ് വഫാത്തായത് എന്നതിൽ ലാ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസമില്ല. അഥവാ നാളെ ശരിയാണെങ്കിൽ, ഡേറ്റ് ശരിയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 നാളല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായ സമയം. ഇവിടെ പള്ളികളിൽ കൊടിപൊക്കി ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചു. എന്തൊരു വിരോധാഭാസമാണ്! എത്ര വലിയ ചതിയന്മാരാണ്! ഇവർക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് നമ്മൾ പറയുക. കാരണം അന്ന് മദീനത്തുണ്ടായ കരച്ചിൽ. ഒരു യാത്രക്കാരൻ മദീനയിലേക്ക് വരികയാണ്. മദീനയിലെത്തുമ്പം അദ്ദേഹം കാണുന്നത് കൂട്ടക്കരച്ചിലാണ്. അയാൾ വിളിച്ചു ചോദിച്ചു, യാ അഹ്ലൽ മദീന, മദീനക്കാരെ എന്തു പറ്റി? ആരോ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ആ കരച്ചിലാണ് അദ്ദേഹം കേട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ നെഞ്ചത്ത് തലയും ചാച്ചി വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. അവസാന സമയം നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്രാത്ത്, മരണത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആയിഷ ബീവി ചെവി ചേർത്ത് വെച്ച് കേട്ടു, മരണത്തിന് വേദനയുണ്ട്. എന്നിട്ട് ബോധം പോയി. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോധം എഴുന്നേറ്റു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി പറഞ്ഞു, വീട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ണും വെച്ച് നോക്കിക്കിടന്നു. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ബലിർ റഫീഖുൽ അഅല, ബലിർ റഫീഖുൽ അഅല. ആയിഷ ബീവി പറയാൻ, എനിക്ക് മനസ്സിലായി നബിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടുകയാണ്. നബിയെ, വേണമെങ്കിൽ ഇനിയും ദുനിയാവിൽ കുറേ കാലം ജീവിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ആകാശത്തേക്ക് പൊക്കി. എന്നിട്ട് പറഞ്ഞു, ഇലർ റഫീഖിൽ അഅല, ഇലർ റഫീഖിൽ അഅല, ഇനി ദുനിയാവിൽ വേണ്ട റബ്ബേ, മതിയായി, ഇനി നിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇതും പറഞ്ഞ് ആ കൈ അങ്ങനെ താഴോട്ട് വീണു. ആയിഷ പറയാൻ, എനിക്ക് മനസ്സിലായി അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പുറത്ത് തടിച്ചുകൂടിയ സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാർത്ത കേൾക്കാൻ കാത്തിരിക്കാൻ. ഞാൻ എന്തു പറയും? ഞാൻ എൻ്റെ വീട്ടിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് പറഞ്ഞു, മാത റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു. മദീന പള്ളിയിൽ സഹാബത്തിൻ്റെ ഏങ്ങലടി ഇറങ്ങി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നെടുത്തുനിന്ന് ഇരുന്നു പോയി. എണീക്കാങ്ങില്ല. പല സഹാബാക്കളും ഇരുന്നെടുത്തുനിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ബോധം നഷ്ടപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു വാളൂരി, കുഞ്ഞുങ്ങളെപ്പോലെ. കാരണം ബോധമില്ല. പറഞ്ഞു, എൻ്റെ നബി മരിച്ചിട്ടില്ല. മാ മാത റസൂലുള്ളാഹ്, എൻ്റെ നബി അങ്ങനെ മരിക്കൂല. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. മൂസ നബി പോയതുപോലെ പോയതാണ്. വല്ലാഹി ലയുബഅസൻ, തീർച്ചയായും നബി പിന്നെയും വരും. ഇനി എൻ്റെ നബി ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാലോ അവൻ്റെ കയ്യും കാലും ഞാൻ വെട്ടിക്കളയും. മുഅ്മിനുൽ ഖത്താബ്. ആ രീതി അന്ന് മദീനത്ത് റസൂലുള്ളാഹിൻ്റെ മരിച്ച ദിവസം. ഇന്ന് ആഘോഷ തിമിർപ്പിലാണ് ഈ ഉമ്മത്ത്. എന്തൊരു കാപട്യമാണ് ഇവർ പറയുന്ന സ്നേഹത്തിൽ! എന്തൊരു വിരോധാഭാസമാണിത്! സഹാബാക്കൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയ ദിവസം എന്നിവരെ ആഘോഷ തിമിർപ്പിൽ ബോധമില്ലാതെ റോഡിൽ കറങ്ങുകയാണ്, തുള്ളിച്ചാടുകയാണ്. അനത് പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന് പുറത്തായ പോലെ. ബഹുമാനപ്പെട്ട ആയിഷ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മോള് ഫാത്തിമയെ കണ്ടു. ആ ദിവസം ഫാത്തിമ ഉറക്കെ കരയുകയായിരുന്നു. വാ അബതാ, വാ അബതാ, എൻ്റെ വാപ്പ, എൻ്റെ വാപ്പ എന്ന് വിളിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷം ഓരോ രാത്രിയിലും ഞാൻ എൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഓരോ ദിവസവും കണ്ണുകൾ നിറച്ച് കരഞ്ഞിട്ടല്ലാതെ എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. അതായിരുന്നു മുൻഗാമികൾ.
അതായിരുന്നു മുൻഗാമികൾ. അവരതാ ഓർത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ആയിഷ ബീവി പറയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ വന്നു. എൻ്റെ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പുതപ്പും പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്ന് മുഖത്തുനിന്ന് തുണി മാറ്റി കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. കവിളിൽ കൈവച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, വാ നബിയ, വാ ഖലീല, വാ സഫിയ, ഓ എൻ്റെ സ്നേഹിത, എൻ്റെ കൂട്ടുകാര, അള്ളാഹുവിൻ്റെ പ്രവാചക, വിട്ടുപോയല്ലോ നിങ്ങൾ. തുബ്ത ഹയ്യം വമൈത, അങ്ങ് നല്ല രീതിയിൽ ജീവിച്ചു, നല്ല നിലക്ക് മരണപ്പെട്ടു. ഒരു മരണമേ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളൂ. ആ മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞു. രണ്ടാമത് മരണത്തിൻ്റെ രുചി അങ്ങക്ക് രുചിക്കേണ്ടി വരൂല. ഇതും പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയ്യുഹൽ ഹാലിഫ് അലാ റിസ്ലിക്, ഉമറേ അടങ്ങിയിരിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ നബി മരണപ്പെട്ടു, നമ്മുടെ നബി യാത്രയായി, നീ ഇങ്ങനെ കാണിക്കല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ അഫ ഇമ്മാത ഔ ഖുത്ലൻ ഖലബ്തും അലാ അഖാബിക്കും. നബിയാണ് ഉമറെ, മരിച്ചുപോയി, എല്ലാവരും മരിക്കും. ഉമർ ഫാറൂഖ് വാള് തറയിൽ കുത്തി അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ ആയത്ത് കേൾക്കുമ്പോൾ തോന്നി എനിക്ക്. അത്ര സങ്കടപ്പെട്ടു സഹാബാക്ക്. ആ ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എപ്പോഴൊക്കെ ഓർക്കുമോ അപ്പോഴൊക്കെ മുൻഗാമികൾ കരഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യൂബ് സഖ്തിയാനിയുടെ കൂടെ 2 പ്രാവശ്യം ഹജ്ജിന് പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ നടന്നു, എന്തെങ്കിലും കേൾക്കാൻ ഒന്നും മിണ്ടലില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. വേറൊന്നും പറയുന്നില്ല, കരയാൻ തുടങ്ങും. അയ്യൂബ് സഖ്തിയാനിയുടെ ദർസിൽ അദ്ദേഹം ഹദീസ് എടുക്കുന്ന സമയം എന്തെങ്കിലും ഒരു അപശബ്ദം കേട്ടാൽ അന്നേരം ദർസ് നിർത്തും. ചോദിക്കും, എന്താ ഒരു ശബ്ദം കേട്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് വായിക്കുമ്പം ശബ്ദമുണ്ടാക്കൽ ശരിയല്ല, ഹദീസിൻ്റെ വായന നിർത്തും. അതാണ് ഇക്റാം, അതാണ് തഅദീം. ഉമർ ഫാറൂഖിൻ്റെ കാലത്ത് 2 ആൾക്കാർ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഉറക്കെ സംസാരിച്ചു. ഉമർ പറഞ്ഞു, നിങ്ങൾ മദീനക്കാരായിരുന്നുവെങ്കിൽ ഔജഅതുകുമാ, ഞാൻ നിങ്ങളെ അടിച്ച് വേദനിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വന്നിട്ട് ഉറക്കെ സംസാരിക്കുന്നു നിങ്ങൾ. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും, എൻ്റെ നബിൻ്റെ മുമ്പിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ എൻ്റെ നബിനോട് വർത്താനം പറയരുത്, നിങ്ങൾ അമൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ബഹുമാനിച്ചു മുൻഗാമികൾ, അങ്ങനെ സ്നേഹിച്ചു. അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മഹുല്ലാനെ മൻസൂർ രാജാവും മുഅ്തസിമും ഒക്കെ കൂടി ജയിലിലിട്ടു, ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹിൻ്റെ കലാമാണെന്ന് വാദിച്ചതിൻ്റെ പേരിൽ അവസാനം വന്ന വാസിഖ് അദ്ദേഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇമാം നമുക്ക് പുറത്തേറണം, ആഖിറത്തിൽ നമുക്കെതിരെ പരാതി പറയരുത്. ഇമാമ് പറഞ്ഞു, നിങ്ങൾ എന്നെ ജയിലടച്ച 1-ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. ഇക്റാമൻ ലി റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ട്. ഇദ് കുൻത മിൻ അഹ്ലി, കാരണം നീ ആ റസൂലിൻ്റെ കുടുംബക്കാരനായിപ്പോയി, അതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇതാണ് ഇക്റാം, ഇതാണ് തഅദീം. ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അവർ ഓർത്ത് കരഞ്ഞു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്ന സംഭവം അറിയാമല്ലോ, ബാങ്ക് കൊടുത്ത സംഭവം. അദ്ദേഹം മദീനൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴോട്ട് വീണു. റസൂലുള്ളാഹിൻ്റെ പേര് പറയുന്ന സമയം ഉരുണ്ട് വീണു താഴോട്ട്, ബോധം കെട്ടിട്ട്. എവിടെയുണ്ട് നമുക്ക് മുഹബത്ത്? നമ്മൾ കരയുന്നുണ്ടോ? നമ്മളെ കണ്ണീര് പൊടിയുന്നുണ്ടോ? നമ്മളെ ഖൽബിലൊരു നൊമ്പരമുണ്ടോ? എൻ്റെ റസൂൽ വഫാത്തായി പോയല്ലോ. അതിന് പകരം ഇന്നീ തോന്നിവാസങ്ങൾ. ഒരാളും ഖൈറുൽ ഖുറൂനിൽപ്പെട്ട ഒരാളും ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ടില്ല. അവരോർത്തു, അവരെ ഇത്തിബാ ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്തു. A to Z ഒന്നും മാറ്റി വെക്കാതെ, വേഷത്തിലും കോലത്തിലും വർത്താനത്തിലും കച്ചവടത്തിലും സ്വഭാവത്തിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും മുഴുവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ. അതിനേക്കാളും വലിയ മുഹബ്ബത്ത് വേറെയില്ല. അതുകൊണ്ട് രാത്രി 2 മണിക്ക് മുള കുഴിച്ചിട്ടു, കൊടി കെട്ടി, തോരണം കെട്ടി, 3 മണിക്ക് പോയിട്ട് ഉറങ്ങി. സുബഹിൻ്റെ ബാങ്ക് കേട്ടില്ല. 9 മണിക്ക് എണീച്ച് കുളിച്ച് പച്ച തൊപ്പിയിട്ട് കൊടി പൊക്കാൻ വേണ്ടി വന്നു. ഓനാരാണ്? മുഹിബ്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആൾ. ഈ കള്ളൻ എങ്ങനെ സ്നേഹിക്കുന്നവനാവും? ഈ മുനാഫിക്ക് എങ്ങനെ സ്നേഹിക്കുന്നവനാവും? സുബഹിക്ക് ഉറങ്ങുന്ന മുനാഫിക്കല്ലേ? സുബഹി നിസ്കരിക്കാണ്ട് ഉറങ്ങുന്ന മുനാഫിക്കല്ലേ? നിഫാഖിൻ്റെ അടയാളമല്ലേ അത്? സുബഹി നഷ്ടപ്പെടുത്തല്ലേ?
ഈ മുനാഫിക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഹിബ്ബാവുക? ഇവൻ 9 മണിക്ക് എണീച്ചിട്ട് പള്ളിയിലേക്ക് വന്നത് കൊടിപൊക്കാൻ. കൊടിപൊക്കുന്ന സമയം നാട്ടിലെ ചെറുപ്പക്കാരൻ്റെ ഉസ്താദ് കണ്ടില്ല. ഓനെ ഉപ്പാനെ വിളിച്ചിട്ട് എന്താപ്പാ ഓൻ സെൽഫിയായിട്ടായിപ്പോയില്ല, കൊടിപൊക്കാൻ കണ്ടിട്ടില്ലല്ലോ. സുബഹ്ക്ക് ഓനുണ്ടായില്ല, ഉസ്താദ് ചോദിച്ചിട്ടില്ല. ഓൻ സുബഹ്ക്ക് നിസ്കരിക്കാനുണ്ടായില്ല. ജാഥയിൽ പങ്കെടുത്ത് റാലിയിൽ പങ്കെടുത്ത് ളുഹർ ഖളാ ആയി, അസ്ർ ഖളാ ആയി. ആർക്കും ഒരു വിഷയമല്ല, ആർക്കൊരു വിഷയമില്ല. റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ഹുബിൻ്റെ ഭാഗം. അതേസമയത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീന പള്ളിയിൽ ഇഖാമത്ത് വിളിക്കുകയും ഇമാമത്തിനായി പകരം ഒരാളെ നിർത്തുകയും ചില ചെറുപ്പക്കാരെയും കൂട്ടി മദീനത്തെ വീടുകൾ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആണുങ്ങളുണ്ടെങ്കിൽ ആ വീടോടുകൂടി അവരെ കത്തിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ ജമാഅത്തിനില്ലാണ്ട് ഇവൻ എത്ര വലിയ ജാഥ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്, എന്ത് മുഹിബ്ബാവാനാണ്? തോന്നിവാസം, വിരോധാഭാസം, വഞ്ചന, ചതി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം ഉൾക്കൊള്ളാത്ത കപടന്മാർ. അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ ഒരു തൗഫീഖ് തന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. റബീഉൽ മാസം വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഒരു ഭാവപ്പകർച്ചയില്ലല്ലോ, നമുക്കൊരു മാറ്റവും ഇല്ലല്ലോ. പിന്നെ ചില ആൾക്കാരുടെ സ്റ്റാറ്റസുകൾ എന്താണ്? മർഹബൻ യാ റബിയ, മർഹബൻ യാ റബിയ. റമദാൻ വരുമ്പോഴോ അയ്യോ എത്തി മോനെ, ഇനിയൊന്നും ഇപ്പം കയ്യില്ല, നോമ്പയില്ലേ, ഇനിയൊന്നും നടക്കൂല, ഇനിയിപ്പോൾ 30 ദിവസം. ഇപ്പോൾ റബിയ വന്നപ്പം മർഹബൻ യാ റബിയ, റബീഉൽ മാസത്തിൻ്റെ സ്വാഗതം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് അതാണ് ഓർക്കേണ്ടത്. എന്നിട്ട് കരയണം, എന്നിട്ട് ആ റസൂലിനെ പഠിക്കണം, ഇത്തിബാ ചെയ്യണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. 100% ഫോളോ ചെയ്യണം, 100%. ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും, ദുനിയാവിൽ എന്തെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. വല്ലാഹി സുമ്മ വല്ലാഹി ഒരു നഷ്ടവും ഈ ദുനിയാവിൽ സംഭവിക്കൂല, നാളെ ആഖിറത്തിലും സംഭവിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിനെ മുറുകെ പിടിച്ചവരൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ, ജയിച്ചിട്ടേ ഉള്ളൂ. അത് അള്ളാഹിൻ്റെ വഅദയാണ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കാത്തവരാണ്. ദീനിയാവണം. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ.